ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ യാത്ര പട്ടാമ്പിയിലേക്കാണ്. പട്ടാമ്പി പറഞ്ഞാൽ എൻ്റെ വീടാണ് കേട്ടോ. പക്ഷേ ഹസ്ബൻഡിൻ്റെ വീട് കോഴിക്കോടാണ്. അപ്പോൾ ഞാനെൻ്റെ ചെറിയ മോളും പട്ടാമ്പിയിൽ പോണത് എന്തിനാ വെച്ചാൽ എൻ്റെ രണ്ടാമത്തെ അനിയത്തിയുണ്ട്, അവളെ ഇങ്ങോട്ട് കൂട്ടി കൊണ്ടുവരാനാണ്. അപ്പോൾ അവൾ എറണാകുളത്താണ് ജോലി ചെയ്യുന്നത്. അവളും ചെറിയ മോനും 2 വയസ്സായ മോനും. അപ്പോൾ അവരിങ്ങനെ നിൽക്കാൻ വരില്ലെന്നില്ല. നമ്മളൊക്കെ 1-2 മാസം കൂടുമ്പോൾ 2-3 ദിവസം കാണുക എന്നല്ലാണ്ട് കുറേ ദിവസമൊന്നും അവർ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ കുറേ ആയി വിളിക്കുന്നു. അപ്പോൾ അവൾ ജോലിയിൽ നിന്ന് താൽക്കാലികമായിട്ട് ഇപ്പോൾ ജോലിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് ദിവസം നിൽക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ വിളിക്കാൻ പോവാം. അപ്പോൾ അവർ വരുന്ന കാരണം മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം അനിയത്തിയുടെ മോനെ അങ്ങനെ ആരും അങ്ങനെ കളിക്കാൻ കിട്ടിയിട്ടില്ല. എപ്പോഴും എറണാകുളം തന്നെയാണ് അവർ. എപ്പോഴും വീഡിയോ കോള്. പിന്നെ ഒരു മാസത്തിൽ 2 മാസം കൂടുമ്പോൾ 1-2 ദിവസം കാണും. അപ്പോൾ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാനായിട്ട് വരുമ്പോൾ മക്കളൊക്കെ സ്കൂള് രണ്ടാളും പോയപ്പോൾ വരുമ്പോൾ അവരുണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലാണ്. ചെറുതിന് പിന്നെ ഞാൻ വിളിക്കാൻ അവളെ കൂടെ കൂട്ടിയപ്പോൾ പിന്നെ പറയാനില്ല, ഭയങ്കര സന്തോഷമായി. പിന്നെ ചെറിയ മോനുള്ളതുകൊണ്ട് അവൾക്ക് ഒറ്റയ്ക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ വിളിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ലേഡീസിലാണ് കയറിയത്. ലേഡീസിൽ വരുമ്പോൾ പണ്ടിൻ്റെ ഒപ്പമുള്ള ടൈമിൽ ഞങ്ങൾ ട്രെയിൻ കേട്ടാൽ എൻ്റെ ഒപ്പം വരില്ല. എൻ്റെ ഒപ്പം നാട്ടിലുള്ള ടൈമിൽ വരാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു തവണ ഞങ്ങൾ ലേഡീസിൽ ഇങ്ങനെ കയറുമ്പോൾ 2 അണ്ണാച്ചികൾ ഈ ട്രെയിൻ ഇങ്ങനെ എടുത്തിക്കണേ, ലേഡീസ് ബാക്കിലെല്ലാം ഉണ്ടാവുക. അപ്പോൾ 2 അണ്ണാച്ചികൾ ഇങ്ങനെ കഴുത്തിലിങ്ങനെ അവരെ പണീൻ്റെ ആയുധങ്ങളൊക്കെ വെച്ചിട്ട് ട്രെയിൻ ഇങ്ങനെ ഇളകിയപ്പോൾ അവർക്ക് ഏറ്റവും ബാക്കിൽ ലേഡീസല്ലേ വിചാരിച്ചിട്ട് അവർ അതിലിങ്ങോട്ട് കയറാൻ നോക്കുക. കയറാൻ അങ്ങനെ നോക്കി ഇവിടെ ഒരാൾ കയറി, രണ്ടാമത്തെ ആൾ കയറാൻ നേരത്തെ എൻ്റെ ഒപ്പം ഓടി വന്നിട്ട് ആ രണ്ടാമത്തെ ആളെ കയറുന്നവരങ്ങോട്ട് വലിച്ചെടുക്കുക. ഡോറിൻ്റെ അവിടെ കയറിയ ആൾ ഇങ്ങനെ ഷർട്ട് പിടിച്ചിട്ട് താഴോട്ടുണ്ട് ഇറക്കി ആക്കി. അപ്പോൾ പതുക്കെ ട്രെയിൻ എടുക്കുമ്പോൾ ഇപ്പോൾ അവരെ ചീത്ത പറയുന്നുണ്ട്, ആയുധങ്ങളൊക്കെ വെച്ചിട്ടാണ് ആ ലേഡീസ് കയറുക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്ത ട്രെയിനിൽ പോയിക്കൂടെ പറഞ്ഞിട്ട് അവരെ ഒരുപാട് ചീത്ത പറഞ്ഞു. അങ്ങനെ പല പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ട്രെയിനിൽ പോകുമ്പോൾ. ഇൻഷാ അല്ലാഹ് ഇനി എല്ലാം അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.